ഏകദേശം 2,18,748 കറക്റ്റ് നമ്പർ പറയുകയാണെങ്കിൽ അത്രയും സ്റ്റുഡൻസ് ഇ ഗ്രേഡ് വാങ്ങിയിട്ട് ഫെയിലായി എന്നുള്ളതാണ് പറയുന്നത്. കുട്ടിയൊക്കെ അറിയാം അധ്യാപകർ എന്ത് ചെയ്താലും കുട്ടിയൊക്കെ അറിയാം എന്ത് ജയിക്കുള്ളൂ. അപ്പൊ ഇവരെന്ത് സർക്കസ് കളിച്ചാലും കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അധ്യാപകരെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ എന്റെ പോയിന്റ് എന്താ വെച്ചാല് കുട്ടിക്ക് ബോധമില്ല എന്നുള്ളത് ഓക്കെ, ബോധമില്ലാത്ത അധ്യാപകരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കേണ്ട വേറെ കേസാണെന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തെ കുറച്ച് ആളുകളെങ്കിലും ഉണ്ട്. സാധാരണ SLC എക്സാമിനേഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരു ഉത്സവമാണ് എല്ലായിടത്തും ഉണ്ടാവാറുള്ളത്. എത്ര A+ കിട്ടി, എത്രയാണ് വിജയ ശതമാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവരും ക്യൂരിയസ് ആണ്, എല്ലാവരും ടിവിയുടെ മുന്നിലാണ് ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ ദിവസം ഏകദേശം സമാന രീതിയിൽ 8ാം ക്ലാസ്സിന്റെ റിസൾട്ട് അനൗൺസ്മെന്റിന്റെ ഒരു പത്രസമ്മേളനം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സർ നടത്തിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഒരു ഗ്രേറ്റ് സ്റ്റെപ്പാണ്. ഓൾ പാസ് എന്നുണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഇനി 8 മുതൽ അടുത്ത വർഷം 9 10 ഒരു മിനിമം മാർക്ക് കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാവരെയും പാസ്സാക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഡാറ്റ വന്നപ്പോൾ അതിൽ എത്ര പേര് പാസ്സായി, എത്ര പേര് അടുത്തതിലോട്ട് ഇനിയൊരു വീണ്ടും ഒരു ഇമ്പ്രൂവ്മെന്റ് എക്സാം എഴുതണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ശരിക്കും 8ാം ക്ലാസ്സുകാർ 8 നിലയിൽ പൊട്ടിയോ എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 8ാം ക്ലാസ്സുകാരുടെ ഇനിയുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അവർ 8 നിലയിൽ പൊട്ടിയോ എന്നുള്ളത്. അപ്പം ബാസിൽ സാറും അജ്മൽ സാറും ഉണ്ട് നമ്മുടെ കൂടെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏകദേശം 2,541 സ്കൂളിന്റെ റിസൾട്ട് ആണ്. ഇനിയും കുറെ സ്കൂളിന്റെ ബാക്കിയുണ്ട്. എനിക്ക് അൺഎയ്ഡഡ് സ്കൂളുകളും അങ്ങനത്തെ സ്കൂളുകളുടെ റിസൾട്ട് ഒന്നും ബാക്കിയുണ്ടാവുന്ന കൺസിഡർ ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും സ്കൂളിൽ നിന്ന് വന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഏകദേശം 2,18,748 കറക്റ്റ് നമ്പർ പറയുകയാണെങ്കിൽ അത്രയും സ്റ്റുഡൻസ് ഇ ഗ്രേഡ് വാങ്ങിയിട്ട് ഫെയിലായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം ഹിഡൻ ആയിട്ടുണ്ടായിരുന്ന ഒരു നമ്പറാ. ഇത് എല്ലാ വർഷവും ഉണ്ടാവും. ഓൾ പാസ് ആയതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. 9th ചെല്ലും. 9th എത്തുമ്പോഴാണ് കുറച്ചും കൂടെ ആളുകൾ കെയർ ചെയ്യുക. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ നമ്പർ തന്നെയല്ലേ? വലിയ നമ്പറാന്ന് ചോദിച്ചാല് ആകെ 3,87,000 ആളുകളാണ് ടോട്ടൽ 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിൽ ഇപ്പൊ ഒരു 5/6 ഓഫ് ദ റിസൾട്ട് ആണ് വന്നിട്ടുള്ളത്. 6/5 ഭാഗം വന്നിട്ടുള്ളൂ. ഇനി 500 സ്കൂളിൻ്റെ വരാനുണ്ട്. അതിലാണ്, അതായത് ഇപ്പോൾ ഒരു 3,87,000 പ്രോബബ്ലി ഒരു 3,25,000 സ്റ്റുഡൻസിന് അല്ലെങ്കിൽ 3,30,000 സ്റ്റുഡൻസിന്റെ റിസൾട്ടേ വന്നിട്ടുള്ളൂ. അതിൽ നിന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത് ഏകദേശം 2,20,000 ആളുകൾക്ക് ഇ ഗ്രേഡ് കിട്ടി. ഞാനിങ്ങനെ ഇത് ഇ ഗ്രേഡുകളുടെ ടോട്ടൽ എണ്ണമാണോ അതോ കുട്ടികളുടെ എണ്ണം എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ മന്ത്രിയുടെ വാക്കുകൾ എക്സാക്ട്ലി നമ്മൾ പറയുകയാണെങ്കിൽ 2,18,000 കുട്ടികൾക്ക് കിട്ടി എന്നാണ് ചില ന്യൂസിൽ ചിലപ്പോൾ ചെറിയ രീതിയിലും ഡീവിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോ 2 കാര്യങ്ങളാണ് എനിക്ക് ആസ് എ ഫസ്റ്റ് തിങ് പറയാനുള്ളത്. ഒന്ന്, ഇതിന് നമ്മൾ ആരും കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരിക്കലും കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ എന്തോ ഒരു മഹാപരാധം ചെയ്തു എന്നുള്ള ഒരു വാദമേ ഇല്ല. പക്ഷെ ഈ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഹാസ് അട്ടർലി ഫെയിൽഡ്. ഓരോ അധ്യാപകനും ഓരോ ഹെഡ് മാസ്റ്ററും ഓരോ മാനേജ്മെന്റ് കമ്മിറ്റിയും വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു ഫിഗറാണിത്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, റിയലി അപ്രീഷിയേറ്റ് ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. നമ്മൾ ശിവൻകുട്ടി എന്നുള്ളൊരു മന്ത്രി, ഞാൻ മുമ്പ് എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു PhD മന്ത്രി ആയിരുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഒരു ശിവൻകുട്ടി മന്ത്രി ആയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് ട്രോളുകൾക്ക് വിധേയനാകുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ വളരെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇന്നലെ പത്രസമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞു, ഇത് പ്രഖ്യാപിച്ചു, ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, ആരും വഴിക്ക് വരണ്ട എന്നുള്ളത് ശിവൻകുട്ടി പറഞ്ഞു. പക്ഷേ ഇതിൽ അത്ഭുതപ്പെടാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഇന്ന് രാവിലെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ, കുറെ അധ്യാപകരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ചോദിച്ചു, 50% കുട്ടികൾ, 50%-ലധികം കുട്ടികൾ പരാജയപ്പെട്ടു എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അവിടെ കുറച്ചധികം ആലോചിക്കാനില്ലേ, ഒരു നാണം മാനങ്ങൾക്കില്ലേ എന്നുള്ളത്. അപ്പോൾ ഒരു അധ്യാപക സുഹൃത്ത് എനിക്ക് റിപ്ലൈ തന്നു, ബാക്കി 50% ആൾക്കാർ എങ്ങനെ വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് എന്ന്. അതെ, അപ്പോ ഇതില് നമ്മൾ ചിരിച്ചു തള്ളേണ്ട ഒരു വിഷയമല്ല, പക്ഷെ ഇതിൽ എനിക്ക് അത്ഭുതപ്പെടാനില്ല, നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ആക്ച്വലി ഇ ഗ്രേഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അതൊരു ഹൈ ബെഞ്ച് മാർക്ക് ആണെന്നുള്ളത്. ശരിക്കും ഇ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ 30% മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. അതായത് ഒരു കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം 40 മാർക്സ് നടത്തുന്ന ഒരു എക്സാം ആണെങ്കിൽ 40 മാർക്സ് എഴുതുന്ന എക്സാമിന്റെ മാർക്ക് 10 മാർക്സ് ഉണ്ടാവുക CE മാർക്ക്, അങ്ങനെ ടോട്ടൽ 50 മാർക്സ് ആണ്. ആ 50-ല്
15 മാർക്സ് കിട്ടിയാൽ 15 മാർക്ക് കിട്ടിയ ആ കുട്ടി പാസ്സാവും എന്നുള്ളതായിരുന്നു ഒരു ക്രൈറ്റീരിയ, എന്ന് വെച്ചാൽ ഒരു ഹിഡൻ ക്രൈറ്റീരിയ പോലെ ഉണ്ടായിരുന്നത്. അപ്പൊ ആക്ച്വലി 10 മാർക്സ് സി ആണ്, അത് എല്ലാ ടീച്ചേഴ്സും കൊടുക്കും. പിന്നെ 5 മാർക്ക് മാത്രമാണ് 40 മാർക്കിന്റെ എക്സാമിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടേണ്ടത്. അത് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ക്വസ്റ്റ്യൻ നമ്പർ എഴുതി ചിലപ്പോൾ സെന്റൻസ് എഴുതിയാൽ തന്നെ 5 മാർക്ക് കിട്ടും. അതിൽ നിന്ന് മാറിയിട്ട് സി മാർക്കിന് അതൊരു ഇതിൽ വരുന്നില്ല, പകരം എഴുത്ത് പരീക്ഷയുടെ 30 മാർക്ക്. അതായത് എന്നാലും ഇത്ര മതി, 12 മാർക്ക് മതി. ഒരു 40 മാർക്സിന്റെ എക്സാമില് 12 മാർക്ക്, അത് കിട്ടാത്തവരാണ് ശരിക്കും ഈ ഗ്രേഡ്. അപ്പൊ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ബെഞ്ച് മാർക്ക് അല്ല, വളരെ ലോ തന്നെയാണ്. അത് കിട്ടാത്തവരാണ് ആക്ച്വലി ഇത്രയും എന്നുള്ളത് പറയുമ്പോഴാണ് ശരിക്കും ഇത്രയും കാലം നമ്മളൊക്കെ പല ആളുകളും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മ. നമ്മൾ പല റിപ്പോർട്ടുകൾ, പ്രഥം NGO റിപ്പോർട്ടൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാറുണ്ട് 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഇത്ര കുട്ടികൾക്ക് ഡിവിഷൻ അറിയില്ല. ഇതൊക്കെ പറയുമ്പം അതിന്റെ താഴെ പോലും ഞാനൊക്കെ പല കമന്റുകളും കണ്ടിട്ടുണ്ട്, അതൊക്കെ വെറുതെ പറയാണ്, അല്ലെങ്കിൽ അത്രമാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന ഒരു പ്രതികരണം പലപ്പോഴും കാണാറുണ്ട്. ശരിക്കും അവർക്കൊക്കെ ഉള്ള, ശരിക്കും മന്ത്രി തന്നെ അത് പറഞ്ഞു, അവർക്കൊക്കെ ഉള്ളൊരു മറുപടി കൂടിയാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം വളരെ എവിഡന്റ് ആയി, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇത്ര മാർക്ക് പോലും വാങ്ങാൻ കഴിവില്ലാത്തവരാണ് കുട്ടികൾ എന്നുള്ളത് ഇത്രയും കാലം അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചതോടുകൂടി അത് വിസിബിൾ ആയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അങ്ങോട്ട് അത് മറ്റ് ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴും നമ്മൾ ഇപ്പൊ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന SLC ഫുൾ A+, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പെർസെന്റേജ് ഒക്കെ മാറും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ SSLCക്ക് 99% കിട്ടി, 99 പോയിന്റ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു നേട്ടം എന്ന നിലക്ക് കാണുന്നതിനപ്പുറത്തേക്ക് ഇതൊരു വലിയൊരു പ്രശ്നം, ഒരു ഡീപ്പായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുകയും വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒക്കെ എടുത്തു എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കണമെങ്കിൽ വേറൊരു സ്റ്റാറ്റ് കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഞാൻ വായിച്ചുതരാം. 2024 കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എഴുതിയത് 4,27,153 സ്റ്റുഡൻസ് ആണ്. അതിൽ നിന്ന് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് ഈ ഗ്രേഡിന് അപ്പുറമുള്ള ഒരു മാർക്ക് വാങ്ങി പാസ്സായ സ്റ്റുഡൻസിന്റെ എണ്ണം 4,25,565 ആണ്. അതായത് 1,500ഓളം സ്റ്റുഡൻസ്, 1,500-ൽ താഴെ സ്റ്റുഡൻസ് മാത്രമാണ് കഴിഞ്ഞ വർഷം SSLC പരീക്ഷ ക്വാളിഫൈ ചെയ്യാതിരുന്നത്. അവിടെ നിന്നാണ് അതിനേക്കാളും എത്രയോ സിംപിളർ ആയിട്ടുള്ള ഒരു ലോവർ ഗ്രേഡിലുള്ള 8ാം ക്ലാസ്സിലുള്ള പരീക്ഷയിൽ 2,20,000, നമ്മൾ ആ ഒരു മാഗ്നിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കണം. 100 ഇരട്ടിയിലധികമാണ്, 100 ഇരട്ടിയിലധികമാണ്, 100 ഇരട്ടിയല്ല 200 ഇരട്ടിയിലധികം, 200 ഇരട്ടിയിലധികം സ്റ്റുഡൻസ് അവിടെ ഒറ്റയടിക്ക് ഫെയിൽ ആവുകയാണ്. അല്ലെങ്കിൽ ആ ഫിഗേഴ്സ് ശരിക്കും അതിന്റെ 1,600ഓളം കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആവാതിരുന്നത്. എന്നാൽ ഇവിടെ 9th പോകാൻ എലിജിബിൾ അല്ല എന്ന് പറയുന്നത് 2,20,000 കുട്ടികളാണ്. 200 ഇരട്ടിയാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ഒരു സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് കുട്ടികളെ പഴിചാരാനുള്ളതല്ല. കുട്ടികൾക്ക് പല കാരണങ്ങളും ഞങ്ങൾ പല റീസൺസും പറയാനുണ്ടാവും. പക്ഷെ ഇത് കുട്ടികളല്ല ഇതിന്റെ പ്രശ്നം എന്നുള്ളത്. നമ്മുടെ സിലബസിൽ തുടങ്ങി, നമ്മുടെ അധ്യാപകരിൽ തുടങ്ങി, നമ്മുടെ ചുറ്റുമുള്ള ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന എഡ്യൂക്കേഷനെ സെലിബ്രേറ്റ് ചെയ്യുന്ന, എഡ്യൂക്കേഷനെ എന്റർടൈൻമെന്റ് ആയി മാറ്റുന്ന ആളുകൾ വരെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിനെ ആക്ച്വലി റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ക്വാളിറ്റി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മൾ ഏത് ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിലും കേരള സിലബസിൽ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സ്റ്റുഡന്റിന്റെ ഒരു ക്വാളിറ്റി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അത് കേരള സ്റ്റേറ്റിന്റെ തന്നെ ഒരു ബെഞ്ച് മാർക്കാണ്. നമ്മുടെ ഒരു എഡ്യൂക്കേഷനിൽ ഒരു SLCക്ക് ഫുൾ A+, അല്ലെങ്കിൽ പാസ് റേറ്റോ മാത്രമല്ല. ശരിക്കും എഡ്യൂക്കേഷനിൽ നമുക്കൊരു ബെറ്റർ ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കംപ്ലീറ്റ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വേണം. ഇവിടുന്ന് എത്ര പേര് ഡിഫറെന്റ് ഏരിയാസ് എത്തുന്നു, എത്ര പേര് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എത്തുന്നു, മറ്റ് ഹയർ യൂണിവേഴ്സിറ്റികൾ എത്തുന്നു, അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റികളോട് എത്ര പേര് പോകുന്നു, ഇത് ശരിക്കും ഒരു ഇമ്പോർട്ടന്റ് ഡാറ്റയാണ്. അത് കുറവാണെന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഡാറ്റ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അതിനുള്ള ഒരു സ്റ്റെപ്പ് കൂടി ആയിരിക്കും ഇത്. പക്ഷെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം, ഇതിലിപ്പോ ഇത്രയും പേര് ഫെയിലർ ആയി അല്ലെങ്കിൽ അഥവാ ഈ ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞു, അവർക്കുള്ള നെക്സ്റ്റ് ഉള്ള ഒരു ആക്ഷൻ ആയിട്ട് അവർ പറയുന്നത് അടുത്തൊരു 2 weeks ടൈം, ഒരു April 8 മുതൽ 24 വരെ 24 വരെയുള്ള ടൈമിൽ ഇവർക്ക് എക്സ്ട്രാ ക്ലാസ് കൊടുക്കുന്നു. അതും ഫുൾ ഡേ ക്ലാസ് ഇല്ല, രാവിലെ 9:30 മുതൽ 12:30 വരെ ഒരു 3 hours ക്ലാസ് കൊടുക്കുന്നു. എന്നിട്ട് ഇവർക്ക് വീണ്ടും എക്സാം നടത്തുന്നു. എഗൈൻ അവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു 1 or 2 weeks കൊണ്ടുള്ള ഒരു കോച്ചിങ് നമ്മുടെ കുട്ടികളെ ഒരു പെട്ടെന്ന് അങ്ങോട്ട് ഒരു മിറാക്കിൾ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. മേ ബി അവർക്കൊരു പാസ് മാർക്കിലുള്ള ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. പക്ഷെ സ്റ്റിൽ അതൊരു എത്രമാത്രം എഫക്റ്റീവ് ആകും എന്നുള്ളതിലും കൂടി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്ക് ആ കുട്ടികളെ നമ്മൾ നിർബന്ധമായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. എനിക്കിവിടെ ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ശരിക്ക് ഈ ഒരു ഫിഗർ മേ ബി ഒരു 10% കുട്ടികൾ അല്ലെങ്കിൽ 20% കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ കോച്ചിങ് കൊടുക്കുന്നിടത്ത് ഒരു
ഒരു ലോജിക് ഉണ്ട്. 50% കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഒരു വർഷം പഠിപ്പിച്ചിട്ട് അവർ അതിൽ 50% ഹയർ എഡ്യൂക്കേഷന് അവർ എലിജിബിൾ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ 50% കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നിടത്ത് എന്ത് ലോജിക്കാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതായത് ഇത് ശരിക്ക് നമ്മൾ ഒരു ക്യാൻസറിന് ബാൻഡേഡ് കിട്ടുന്നതിന് തുല്യമാണ്. അതാണ് ഇതിലെ പ്രശ്നം. ഒരു കൊല്ലം ഒരു കുട്ടിയെ കിട്ടി. ഞാൻ ശരിക്കും ആലോചിക്കുന്നത്, എനിക്ക് വളരെ സങ്കടം തോന്നിയ അധ്യാപകരെ, ഞാൻ നേരത്തെ ചോദിച്ച അധ്യാപകരോട് ഞാൻ വളരെ സീരിയസ് ആയി ചോദിച്ചാണ്, ആരെയും കളിയാക്കാൻ ചോദിച്ചതല്ല. തൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി, അതിൽ 50% കുട്ടികളും ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ അർഹത നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഫോർ വാട്ട് എവർ റീസൺസ് 50% കുട്ടികൾ അർഹത നേടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അധ്യാപകനായി തുടരാൻ എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത് എന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ടി വരും, വേണ്ടേ? അല്ലാതെ ഇനി ആ കുട്ടിയെ രണ്ട് ആഴ്ച കോച്ചിങ് നടത്തി അവരെ ബെറ്റർ ആക്കുന്നു എന്നുള്ളത് എന്താ പറയാ, ഒരു ക്വിക്ക് ഫിക്സ് ആണ്. അത് ഫൈൻ, അത് നടക്കട്ടെ. ഇതില് ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിന്റെ ലോജിക്ക് ചോദിക്കുമ്പോഴും അതിന്റെ ഒരു പ്രായോഗികത എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. കാരണം പകുതി കുട്ടികൾ അല്ലെങ്കിൽ പകുതിയിലേറെ കുട്ടികൾ എലിജിബിൾ അല്ല. അങ്ങനെ എലിജിബിൾ അല്ലാതെ നമുക്ക് ഇനി എങ്ങനെയാണ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? അത്രയും കുട്ടികളെ വീണ്ടും 8th ഇരുത്തുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പോ ഇതില് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഒരു സൊല്യൂഷൻ അല്ല ഇത്. ഈ 2 ആഴ്ചത്തെ ക്വിക്ക് ഫിക്സ് ആണ്. അതെ, ജസ്റ്റ് ഒന്ന് ബാൻഡേജ് മുന്നോട്ട് പോകാന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതുകൊണ്ട് ഉള്ള പ്രോബ്ലം, അത്രയും ഡീപ്പായിട്ടുള്ള പ്രോബ്ലം ഉണ്ട് എന്ന് പൊതുവിൽ എല്ലാവർക്കും ബോധ്യപ്പെടാൻ ഇത് കാരണമാകും എന്നുള്ളത്. അത് ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതൊരു ബോൾഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതിനാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നമ്മൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞത് ദർ എക്സിസ്റ്റ് എ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിന്റെ റൂട്ട് കോസുകൾ എന്തെല്ലാമാണ്? ഒന്ന്, ഈ പറഞ്ഞ പോലെ അധ്യാപനം എന്നുള്ളത് ഇവിടുത്തെ വലിയൊരു റൂട്ട് കോസാണ്. കാരണം ഒരു കുട്ടിക്ക് നമ്മളെ സർക്കാർ സ്കൂളിൽ നമ്മൾ ഇത്രയധികം ചെലവാക്കി നമ്മൾ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ എത്രയധികം എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അധ്യാപകന് 50% കുട്ടികളും ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കി ഈ പറഞ്ഞ കോച്ചിങ് അവന്റെ എക്സാമിന് 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പ് കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഇനി ഈവൻ വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ ഈ അധ്യാപകരെ മാത്രം ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം അധ്യാപകര് വർക്ക് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിലാണ്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കാത്ത, കുട്ടിയൊക്കെ അറിയാം അധ്യാപകർ എന്ത് ചെയ്താലും കുട്ടിയൊക്കെ അറിയാം എന്ത് ജയിക്കുള്ളൂ. അപ്പൊ ഇവരെന്ത് സർക്കസ് കളിച്ചാലും കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അധ്യാപകരെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെയുള്ള സിസ്റ്റം. അതും ശരിയാണ്. അവരെ മാത്രം കുറ്റം പറയുന്നതിലും ഇല്ല, അവരെ മാത്രം കുറ്റം പറയാന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു ഫസ്റ്റ് ലെവൽ ഒരു ഇൻസ്ട്രക്ഷൻ കുട്ടികൾക്ക് കൊടുക്കുന്ന ആളുകളാണ് അധ്യാപകർ. അത് ആ ലെവലിൽ അവർക്ക് ഒരു 50% ആളുകളുടെ ഒരു തോൽവി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റെമഡിയൽ മെഷേഴ്സ് നേരത്തെ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ പ്രശ്നമുണ്ട് എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. ഇതിന് അധ്യാപകർ മാത്രം സിസ്റ്റം എന്തായാലും ഫിക്സ് ചെയ്യണം. ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് പറഞ്ഞാലൊരു ഇപ്പൊ പ്രാക്ടിക്കലി ഉള്ള ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഫീസിബിൾ ആക്കാനുള്ള ഒരു ക്വിക്ക് ഫിക്സ് എന്നുള്ളതിന്റെ കൂടെ തന്നെ മേ ബി സ്റ്റുഡൻസിന് ഒരു ഇമോഷണലി ബ്രേക്ക് ഡൗണിൽ കൊണ്ടുപോകാതിരിക്കാനുള്ള സൊല്യൂഷൻ കൂടി ആയിരിക്കും. എന്തായാലും ഡെഫിനറ്റ്ലി ഇത് ഉറപ്പാണ്, ഇത്ര പേര് എന്തായാലും അടുത്ത വർഷം തോൽപ്പിക്കുക എന്നുള്ളതും അവരെ ജയിപ്പിക്കുന്നതും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത വർഷം എന്തായാലും ഇത് 9th വരാൻ പോവാ. അപ്പൊ അടുത്ത വർഷം 9th ഇതേ സിസ്റ്റമാണ്. ലാസ്റ്റ് എക്സാമിന് പൊട്ടിക്കുന്നു, എന്നിട്ട് ഒരു റെമഡിയൽ എക്സാം നടത്തിയിട്ട് പാസ്സാക്കുന്നു. കാരണം ഇപ്പോൾ April 24 വരെ നടക്കുന്ന കോച്ചിങ്, April 25 എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്, April 30 റിസൾട്ട് അനൗൺസ്മെന്റ് ആണ്. ഇത്രയും ക്യുക്കായുള്ള ടൈമിന്റെ അകത്ത് ഇത് എങ്ങനെ നടത്തുക എന്നുള്ളത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേ സിസ്റ്റം തന്നെ അടുത്ത വർഷമെങ്കിലും കുട്ടി വിചാരിക്കും അതിന് പൊട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് എന്തുണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാം വരാൻ. പക്ഷെ അതിന് പകരം ചെയ്യേണ്ടത് മേ ബി ഈ ക്വാർട്ടർലി എക്സാം, ഹാഫ് ഇയർലി എക്സാം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫ്രം ദ ബിഗിനിങ് ഇത് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ടീച്ചേഴ്സ് കേപ്പബിൾ ആയുള്ള ആൾക്കാരുണ്ട്. ഈ സിസ്റ്റത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, നന്നായി പഠിപ്പിക്കണം ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ കോമ്പറ്റീവ് എക്സാം ഒക്കെ പറയുമ്പോൾ പല സ്കൂളിൽ നിന്നും ടീച്ചേഴ്സ് കോൺടാക്ട് ചെയ്യും, എന്നിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമോ, ഇങ്ങനെ കോച്ചിങ് കൊടുക്കണം. പക്ഷെ അവർക്ക് എന്താ വെച്ചാൽ അവര് ട്രാപ്ഡ് ആണ്. ആ സിസ്റ്റത്തിന്റെ അകത്ത് ബോർഡ് എക്സാം എന്ന് പറയുന്ന സ്കൂൾ എക്സാമിന്റെ അകത്ത് ട്രാപ്ഡ് ആണ്. നെക്സ്റ്റ് ലെവലിൽ കോച്ചിങ് അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും സിസ്റ്റം എന്തല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല. അപ്പൊ സിസ്റ്റം മാറുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. അടുത്ത വർഷം ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ഇത് മാറണം. എക്സാമിനേഷന്റെ പാറ്റേൺ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കേണ്ടത്. പക്ഷെ ഇതെന്താ വെച്ചാൽ ഈ ഹാഫ് ഇയർലി പരീക്ഷ ആവട്ടെ, അല്ലെങ്കിൽ ഓണ പരീക്ഷ ആവട്ടെ, ഇതിനൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുന്നതും ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ ഈ അധ്യാപകർ തന്നെയാണ്. അവിടുന്ന് എന്താണ് ഒരു മേജർ ഡിഫറൻസ് ഈ ഒരു കൊല്ലപരീക്ഷ ആയപ്പോഴേക്ക് വന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് ഇത് ഒരു സെൻട്രലി ഇവാലുവേറ്റഡ് ഒന്നല്ല, 8ാം ക്ലാസ്സിലെ സെൻട്രലി ഇവാലുവേറ്റഡ് ഒന്നല്ല. മാർച്ച് എൻഡിലോട്ട് എക്സാം കഴിഞ്ഞത് April ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേ എക്സാം ആയിരുന്നു. അപ്പോൾ മേ ബി ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ നോക്കിയപ്പോൾ വളരെ ടഫ് ആയതായിട്ടൊന്നും കണ്ടില്ല. ഇപ്പം ഞാൻ അധികം നോക്കിയതൊക്കെ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അൺഡൂവബിളും അല്ല, എന്നാൽ ഇപ്പം മാത്സ് ഒക്കെ നോക്കിയപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പേപ്പറും അല്ല, ഒരു മീഡിയം ലെവൽ പേപ്പറാണ്. അപ്പോൾ ഈ അധ്യാപകർ തന്നെയാണല്ലോ എന്ത് ചെയ്തിട്ടുള്ളത്,
ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, അതായത് ഇനി ഓണപരീക്ഷയാവട്ടെ ക്രിസ്മസ് പരീക്ഷയാവട്ടെ, ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓണപരീക്ഷയ്ക്ക് പേപ്പർ നോക്കി അധ്യാപകൻ അറിയാലോ എന്ത് ഇവന് പ്രശ്നമാവാൻ സാധ്യത ഉണ്ട്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് പേപ്പർ നോക്കി അധ്യാപകൻ അറിയാമല്ലോ ഇവന് പ്രശ്നമാവാൻ സാധ്യത ഉണ്ട്. ആ സിസ്റ്റം ഒക്കെ എപ്പോഴും റൺ ചെയ്യുന്നുണ്ടല്ലോ. മേ ബി സിസ്റ്റം എന്തല്ല, സിസ്റ്റത്തിൽ കുറെ ഫ്ലോസ് ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ സിസ്റ്റത്തിനപ്പുറം സിസ്റ്റത്തെ മാറ്റുന്ന എന്തോ ഒരു വലിയ സംഭവം ഒന്നും കൊല്ലപരീക്ഷയ്ക്ക് നടന്നിട്ടില്ലല്ലോ. അങ്ങനെ നടന്നിട്ടുണ്ടോ? മേ ബി ഇനി ഇവാലുവേഷൻ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു ആകെ നടന്നിട്ടുള്ള എന്തായിരിക്കും, ഈ 30 മാർക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് കിട്ടണം എന്നുള്ളത്. അവിടെയും വിദ്യാഭ്യാസ വകുപ്പ് ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു സെൻട്രൽ ഇവാലുവേഷൻ പോലെ മാർക്ക് കിട്ടണം വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഓണപരീക്ഷ ആവട്ടെ ക്രിസ്മസ് പരീക്ഷ ആവട്ടെ 30 മാർക്ക് എന്ത് ചെയ്തിട്ടില്ല, കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ സിസ്റ്റത്തിലെ മറ്റൊരു പ്രശ്നം കുട്ടികളുടെ മനോഭാവവും പാരൻസിന്റെ മനോഭാവവും അധ്യാപകരുടെ മനോഭാവമാണ്, എല്ലാവരുടെയും മനോഭാവമാണ്. ഇത് 30 മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്തില്ല, അത് വലിയ വിഷയമുള്ള കേസല്ല. അതാണ് പ്രശ്നം. അതായത് ആ കുട്ടിക്ക് ഓൺ എക്സാമിന് മോശമാണ്, ടീച്ചർ റെക്കഗ്നൈസ് ചെയ്തു ഇവന് എന്ത് കാപ്പബിലിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ഇവന് കുറച്ചും കൂടി കൊടുക്കണം. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തിനു കൊടുക്കണം? ആ കുട്ടിക്ക് ഇതിന് നീഡില്ല. നീഡെന്ന് പറഞ്ഞാൽ ശരിക്കും എക്സാംസ് ആണ്, ഇവാലുവേഷൻ ആണ്. അധ്യാപകൻ നീഡില്ല. അധ്യാപകൻ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് നീഡ്. പക്ഷേ എന്റെ പോയിന്റ് എന്താ വെച്ചാല്, കുട്ടിക്ക് ബോധമില്ല എന്നുള്ളത് ഓക്കെ, ബോധമില്ലാത്ത അധ്യാപകരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കേണ്ട വേറെ കേസാന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനത്തെ കുറച്ച് ആളുകളെങ്കിലും ഉണ്ട്. അതെന്ത് ചെയ്യണം? പക്ഷെ ഇത് ഓവർനൈറ്റ് മാറുന്ന ഒരു കാര്യമല്ല. കുട്ടി നേരത്തെ പറഞ്ഞ കുട്ടിയും പാരന്റ്സും എല്ലാവരും വിചാരിക്കുന്ന വെച്ചാൽ 10ാം ക്ലാസ്സിലാണല്ലോ ഒരു തോൽപ്പിക്കലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ഇതൊരു ഗ്രാജുവലി ഇങ്ങനെ ഒരു മെസ്സേജ് പോകുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കുമ്പോൾ +1 വിഷയം വന്നു, +2 വിഷയം വന്നു, ഇപ്പോൾ 8ാം ക്ലാസ്സിന്റെ വിഷയം വന്നു. എല്ലായിടത്തും പതിയെ ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഗ്രാജുവൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും അടുത്ത വർഷം 8ലും 9ലുള്ള കുട്ടികൾക്കൊക്കെ അതിന്റെ ഒരു ബോധം കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ 50 എന്നുള്ളത് ഇനി കുറയാനാണ് ചാൻസ്. അപ്പൊ കുറച്ചുകൂടി ഒരു ബോധം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഗ്രാജുവൽ ചേഞ്ച് സംഭവിക്കുന്നതാണ്. പക്ഷെ ഇതിൽ എനിക്ക് ഒരു 50% ഈ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു 50% ഓഡിയൻസ് നമ്മൾ പ്രത്യേകം അഡ്രസ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം പൊട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ നിലക്കൊരു പ്രയാസത്തിലുള്ള കുട്ടികളും അവരുടെ രക്ഷിതാക്കളും, അവരോട് നമുക്ക് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? അവരോട് മാത്രമല്ല, മൊത്തത്തിൽ തന്നെ എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു എക്സാമിന് ഒരു കുട്ടിയെ എങ്ങനെ ഒരുങ്ങുന്നു എന്നുള്ളൊരു വിഷയം എടുത്താൽ എന്താണ്, എക്സാമിൻ്റെ ഒരു തലേ ദിവസം വരെ കുട്ടിക്ക് പ്രത്യേകിച്ച് എന്തില്ല, ഒരു സീരിയസ്നെസ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ദിവസം നമ്മളൊരു ട്യൂഷന് പോയാൽ, അത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ ഏത് രീതിയിലാവട്ടെ, അവർ ഒരു ട്യൂഷന് പോയാലോ അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മതി എന്ത് ചെയ്താൽ എനിക്ക് മാർക്ക് കിട്ടാൻ എന്നുള്ളതാണ്. യൂട്യൂബ് ലൈവ് ക്ലാസ്സുകളുണ്ട്, അതല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിൽ മാരത്തോൺ ക്ലാസ്സുകളുണ്ട്, സ്കൂളിൽ നൈറ്റ് ക്ലാസ്സുകളുണ്ട്. ഇത് ഞാൻ ഏതെങ്കിലും ഒന്നിനെ പിൻ പോയിന്റ് ചെയ്യുക എന്നുള്ള നമ്മുടെ ലക്ഷ്യമല്ല. അപ്പോൾ അങ്ങനെ മതി എന്ത് ചെയ്യാൻ, നമുക്ക് A+ അല്ലെങ്കിൽ ഈവൺ മാർക്കോ കിട്ടിപ്പോവാൻ, പാസ്സായി പോവാൻ. ഓൾ പാസ് ലിസ്റ്റ് ആയതുകൊണ്ട് ആരും മാർക്കും കാര്യങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല, ജസ്റ്റ് പാസ്സായാൽ തന്നെ ദാറ്റ് ഈസ് ഇനഫ്. ഈ ഒരു മാർക്ക് കൊണ്ട് പ്രത്യേകിച്ച് അവൻ എന്ത് ചെയ്യപ്പെടുന്നില്ല, എവിടെയും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നയോ അല്ലെങ്കിൽ അവൻ്റെ മുന്നോട്ടുള്ള ജേണിയിൽ ഇത് എവിടെയും ബാധിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് അത് ഈ ഒരു തോട്ട് പ്രോസസ്സിലാണ് കുട്ടികളും പാരൻസും ഒക്കെ ഉള്ളത്. ഈ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റണം എന്നുള്ളതാണ് എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്. കാരണം ദിസ് മാറ്റേഴ്സ്, ഈ മാർക്ക് മാറ്റർ ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതും നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നുള്ളതും നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതും അതിനുള്ള ക്ഷമയും പേഷ്യൻസും പെർസിവറൻസും ഉണ്ടോ എന്നുള്ളതും വരെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഈ ഒരു മെന്റാലിറ്റി മാറണം. കുട്ടികൾക്ക് നമ്മൾ കുറച്ച് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നീ പറഞ്ഞ പോലെ എല്ലാവരും പാസ്സാവുന്നുണ്ട്, എല്ലാവർക്കും A+ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്തില്ല, ഇതൊരു സിസ്റ്റം എന്തില്ല, അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇത് കിട്ടുമ്പം അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടിക്ക് എന്തിനാ ടാലന്റ് എന്നുള്ളത് നമുക്കറിയില്ല, നമ്മുടെ കുട്ടി എവിടെ ബെറ്റർ ആക്കേണ്ടതെന്ന് അറിയില്ല, എവിടെ വീക്ക് എന്നറിയില്ല, എവിടെ സ്ട്രോങ് എന്നറിയില്ല. ഈ കാര്യങ്ങൾ നമ്മൾ അൾട്ടിമേറ്റ്ലി ഫിക്സ് ചെയ്യുകയും നമ്മൾ കുട്ടിക്ക് നല്ല ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത്, പാരൻസിനോട് പ്രത്യേകിച്ച് പറയാനുള്ള നല്ല ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികൾ, ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി നിങ്ങളുടെ കുട്ടി പഠിച്ചിറങ്ങുമ്പോഴേക്ക് റെഡി ആവും എന്നുള്ള പ്രതീക്ഷ ഒന്നും ആർക്കും വേണ്ട. സിസ്റ്റം എന്തായാലും ബെറ്ററായി വരട്ടെ, അത് തന്നെയാണ് നമ്മളെല്ലാവരും അതിലോട്ട് വർക്ക് ചെയ്യണം. പക്ഷേ അതിനോടുകൂടി നമ്മുടെ കുട്ടികളെ ബെറ്റർ ആക്കാനുള്ള ആ ഒരു കടിഞ്ഞാണ് നമ്മളെ കയ്യിലാണ് അല്ലേ. അതിനുള്ള വർക്ക് നിർബന്ധമായിട്ടും പാരൻസ് എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. എനിക്ക് ഇതത്ര ഞെട്ടിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല, ഞാൻ മുമ്പേ പലതിനും സംസാരിക്കുന്നതാണ്. അതായത് ഇപ്പോൾ പ്രഥമിൻ്റെ റിപ്പോർട്ട് നമ്മൾ പറയാറുണ്ട്. പ്രഥമിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 70% കുട്ടികൾക്ക് 2 നമ്പർ കൊടുത്താൽ ഡിവൈഡ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. ബേസിക് മാത്തമാറ്റിക് ഓപ്പറേഷൻസ് അറിയില്ല. ആ കുട്ടികൾ എങ്ങനെ പാസ്സാവുന്നതാണ് നമ്മൾ ഒരു സ്ട്രിക്റ്റ് ഇവാലുവേഷൻ വന്നാൽ ആ കുട്ടികൾ എങ്ങനെ പാസ്സാവുന്നതാണ് നമ്മൾ
വിചാരിക്കുന്നത്. ഒരിക്കലും പാസ്സാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പം അല്ലാതെ പാനിക് ആവേണ്ട നിങ്ങൾ കാര്യം പാനിക് ആവേണ്ട വിഷയമല്ല. ഇതൊരു നല്ലൊരു നിങ്ങൾക്കൊരു ബെറ്റർ ഒരു ഇൻഡിക്കേഷൻ ആണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുക. ഒരുപാട് മെസ്സേജ് ഇപ്പോൾ എനിക്കൊക്കെ പേഴ്സണലി വരലുണ്ട്. അപ്പോൾ സാർ അന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് നേരത്തെ കേട്ടിരുന്നെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ആരും പറയാത്തതിന്, കാരണം നമ്മളൊക്കെ പറയുന്നത് കുറച്ച് ആൾക്കാരെ കേൾക്കുള്ളൂ. എന്തൊക്കെയായാലും നമ്മൾ യൂട്യൂബിലൂടെ എത്ര പറഞ്ഞാലും കുറച്ച് ആൾക്കാരെ കേൾക്കുള്ളൂ. ഇതെല്ലാവർക്കും ഒരു ഇൻഡിക്കേഷൻ, ഒരു അപായ സൂചന, റെഡ് സിഗ്നൽ നേരത്തെ കിട്ടിയിരിക്കുകയാണ്. സീരിയസ് പ്രോബ്ലം സീരിയസ് പ്രോബ്ലം. നിങ്ങളുടെ കാര്യങ്ങൾ ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ പോകാൻ കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അപ്പൊ മാത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കാര്യം, ആ ഒരു ഇൻഡിക്കേഷൻ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ. എനിക്ക് വേറൊരു പോസിറ്റീവ് വശമായി തോന്നിയിട്ടുള്ളത്, ദേ ഗോട്ട് എൻ ഇൻഡിക്കേഷൻ 8th സ്റ്റാൻഡേർഡ് എന്നതാണ്. കാരണം നമ്മൾ ഫൗണ്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അറിയാം, ഇപ്പോൾ 9th ബാക്കിയാണ് ഇവർക്ക് 11th പഠിക്കാനുള്ളത്, 10th ബാക്കിയാണ് 12th പഠിക്കാനുള്ളത്. കാര്യങ്ങൾ കുറച്ചുകൂടി മാത്തമാറ്റിക്കലായി അപ്ലിക്കേഷൻ ലെവലിൽ പോകുന്നത് 9th കുറച്ചുകൂടി ഒരു ബേസിക്സ് സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് 8th. ഇവിടെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു സമയം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ 9th കിട്ടിയാൽ എന്തില്ല, ഇതിനൊരു സമയം ഉണ്ടായിക്കൊള്ളു. അല്ലെങ്കിൽ 10th ഇനി ഒരു കൂട്ടത്തോലിയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ എനിക്കറിയില്ല ഈ വർഷം എന്താ സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിട്ട് കാത്തിരിക്കും. എല്ലാവരും ഇതൊക്കെ കാണുന്ന ഒരു 10ാം ക്ലാസ് വരെ ഭയങ്കര പേടിയിലിരിക്കുന്നുണ്ടാവും. ചാൻസ് വളരെ കുറവാണ്. പേടിക്കൊന്നും വേണ്ട. ഉണ്ടാവുള്ളൂ. പക്ഷേ 8ാം ക്ലാസ്സിൽ ഇങ്ങനെ ഇൻഡിക്കേഷൻ കിട്ടി എന്നുള്ളത് ഞാനൊരു പോസിറ്റീവായിട്ട്, പാരന്റ്സ് ഇത് ഒരു കുട്ടിയെ അടിക്കാനുള്ളൊരു വടിയായി ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങളുടെ കുട്ടിയുടെ കാര്യം നിങ്ങൾക്ക് കുറച്ചധികം ടേക്ക് കെയർ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആയിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഈ സിസ്റ്റം ഒക്കെ മാറുക എന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ക്വാളിറ്റിയും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തമിഴ്നാട് പോലെയുള്ള സ്റ്റേറ്റുകളൊക്കെ അവരുടെ ഒരു സ്റ്റേറ്റിന്റെ സിലബസും കാര്യങ്ങളെ കുറച്ച് നാഷണൽ സിലബസുകളുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. കാരണം ഇവരെല്ലാവരും അൾട്ടിമേറ്റ്ലി എഴുതാൻ പോകുന്നത് ഓൾ ഓവർ ഇന്ത്യ ഉള്ള കോമ്പറ്റീഷൻ എക്സാംസ് ആണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രം ഒരു ചെറിയ സിലബസോ അല്ലെങ്കിൽ അതോട് മാച്ച് ചെയ്യാത്ത സിലബസോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ കുട്ടികളെ പ്രിപ്പയർ ചെയ്യിച്ച് അത് ഇവാലുവേറ്റ് ചെയ്തൊരു ടോപ്പർ ആണോ അല്ലാതെ പറയുന്നതിലും ആക്ച്വലി കാര്യമില്ല. നമ്മൾ ഇവാലുവേഷൻസ് ബെറ്റർ ആക്കുന്നതിന്റെ കൂടെ തന്നെ നാഷണൽ ലെവലിൽ എഴുതാൻ പോകുന്ന കോമ്പറ്റീവ് എക്സാംസ് യൂഷ്വലി NCERT ബേസ്ഡ് ആണ് ഓൾമോസ്റ്റ് എക്സാംസ് ഒക്കെ വരിക. അതിലോട്ട് കൂടി മാച്ച് ചെയ്യണം. മാത്രമല്ല ഇപ്പോൾ NEP പോലെ നാഷണൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ട് CBSE സ്കൂളുകളിലും മറ്റൊക്കെ കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനെ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചസ് എക്സാംസിലടക്കം MCQs ഒക്കെ വരും. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ JEE, NEET, CUT അല്ലെങ്കിൽ UPSC ഒക്കെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ ഭയങ്കര ഡിസഡ്വാൻറ്റേജിലായി പോകും. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനാണ് നമ്മളിപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെയൊക്കെ ഇപ്പോൾ ശ്രമിക്കുന്നത് അല്ലേ. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ ഒരുപാട് കുട്ടികൾ നമ്മളെ ഒരു അറൌണ്ട് ഹാഫ് ദ സ്റ്റുഡൻസ് സ്റ്റേറ്റ് സിലബസിലുള്ള സ്റ്റുഡൻസിലാണ് പഠിക്കുന്നത്. മിടുക്കരായിട്ടുള്ള ആളുകൾ NMMSൽ ഇപ്രാവശ്യം ടോപ്പറൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പഠിച്ചിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ നീഡ് എൻ എക്സ്ട്രാ പുഷ്. ഒരു എക്സ്ട്രാ പുഷ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അച്ചീവബിൾ ആയതേ ഉള്ളൂ. പക്ഷെ അത് നേരത്തെ തന്നെ അവർ തുടങ്ങണം. അതാണ് നമ്മൾ ഈ ഫൗണ്ടേഷനിലൂടെ ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് സിലബസ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കുറച്ച് NCERT ബുക്സ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റർ ആണ്. അപ്പോൾ അവർക്ക് ഇനഫ് ടൈം ഉണ്ടാവും ഇത്തരത്തിലുള്ള അഡീഷണൽ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെങ്കിലും. ഇപ്പോൾ നമ്മുടെ തന്നെ ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കിയ ഒരുപാട് സ്റ്റുഡൻസ് സ്റ്റേറ്റിൽ നിന്ന് വന്നവർ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അവർ ബാക്കി ചെയ്യുന്നതാണ്. സോ വേറൊരു അപേക്ഷ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ പതിയെ ശരിയാക്കി വരികയാണ്. പിന്നെ ഇടയിൽ കൊണ്ടുപോയി ഇടരുത് എന്നുള്ളൊരു, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിനെതിരെ നമ്മൾ കുറെ സംസാരിച്ചിട്ട് മാനസികാരോഗ്യം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു അറ്റത്തുനിന്ന് അതൊന്ന് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ ചിലപ്പം എതിർക്കാനും സാധ്യത ചില ആളുകൾ. കുട്ടികൾ സ്ട്രോങ് ആക്കും വേണം. ഒരു റാങ്ക് ലിസ്റ്റിൽ താഴെ പോകുമ്പോൾ അവർ സ്റ്റേബിളായി നിൽക്കാൻ അവർക്ക് പറ്റണ്ടേ. എന്തായാലും ലൈഫിൽ കുറെ അപ്സ് ആൻഡ് ഡൗൺസിലോട്ട് പോകും. ഇപ്പം നമ്മൾ തന്നെ NITയിലും IITയിലും പോകുന്ന സമയത്ത് സൂയിസൈഡുകൾ കാണാറുണ്ട് സ്ഥിരമായിട്ട്. പലപ്പോഴും പല കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസിന് പല ഇഷ്യൂസ് കാരണം അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് കുറച്ചും കൂടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനത്തെ ഒരു കാര്യം അവരുടെ ഒരു ഏർലി ഏജ് മുതലേ കിട്ടിയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ സർവൈവ് ചെയ്യുമായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കൊടുക്കാതെ ഇവരിങ്ങനെ ഹാപ്പിയാക്കി കൊണ്ടുപോയിട്ട് അവസാനം ഒരു വലിയ കൊക്കയുടെ മുന്നിൽ എത്തിയിട്ട് ഇനി ചാടിക്കോ എന്ന് പറയുന്നതിൽ കാര്യമില്ല. സോ എല്ലാത്തിനും ഒരു ടൈം വേണം. ആ ഒരു ഇമോഷണൽ കാര്യം കൂടി സ്കൂൾസിനും കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ലാസ്റ്റ് റാങ്ക് വന്നാലും ഫസ്റ്റിലോട്ട് എത്തും എന്നുള്ള ഒരു ഹോപ്പ് അവർക്ക് ഉണ്ടാവണം. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 8th കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി ബാക്കി റിസൾട്ടുകൾ വരാനുണ്ട്. 9th അടുത്ത വർഷം ഇനി എന്താകും എന്നുള്ളത് കാത്തിരിക്കുകയാണ്. എനിവേ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്, എല്ലാം നന്നായിട്ട് വരും എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം മേ ബി എല്ലാവരും ഒന്ന് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മക്കളെല്ലാവരും ആ ഒരു രീതിയിലോട്ട് വരട്ടെ. ജസ്റ്റ് ഇനി അടുത്ത ഒരു വർഷത്തേക്ക് നാഷണൽ എക്സാമുകളുടെയും മറ്റൊക്കെ റാങ്ക് ലിസ്റ്റ് വരുമ്പം SLC എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആനുവൽ എക്സാം എന്നുള്ളതിന് അപ്പുറത്തേക്ക് റാങ്ക് ലിസ്റ്റുകളിൽ ടോപ്പേഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് വരട്ടെ.
ആവട്ടെ, ഒരു ഓൾ ഇന്ത്യ റാങ്ക് 1, 2, 3, 4 ഒക്കെ കേരളത്തിൽ തന്നെ ആവട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെ എക്സ്പെക്ടേഷൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ XNY ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒക്കെ ഉള്ളത്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. എഫേർട്സ് എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇതിലുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം, നമ്മളെല്ലാവരും വായിക്കുന്നതാണ്. മേ ബി അതിൽ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതും പറയാം, നമുക്ക് മേ ബി നെക്സ്റ്റ് ഡിസ്കഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് നല്ല ആ ഒരു എൻഡ് നോട്ടോട് കൂടി ഇവിടെ എൻഡ് ചെയ്യാം. താങ്ക് യു എവരിവൺ, താങ്ക്സ് ഫോർ വാച്ചിങ്.